സാർ നമസ്കാരം. നമ്മുടെ ഷോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ സാർ നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ കല കുവൈറ്റ് MD സാഹിത്യ പുരസ്കാരം സാറിന് കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. സാർ, എന്താണ് നമ്മുടെ സാറിനെ കുറിച്ചൊരു എന്താ പറയുക, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? എന്നെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തല് റിയാദിലെ മിക്ക ആളുകൾക്കെല്ലാം അറിയാം എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടായി 2000 മുതൽ റിയാദിലുള്ള ഒരു പ്രവാസിയാണ്. അതിനു മുമ്പ് പ്രവാസ ജീവിതം ഉണ്ടായിരുന്നത് ഖത്തറിലാണ്. അതിനു മുമ്പ് ഖത്തറിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിലായിരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗം പ്രവാസിയായി ജീവിച്ച ഒരാളാണ്. ഒരു പ്രവാസി ആണ്. പ്രവാസ ലോകത്തിരുന്നുകൊണ്ട് ചില സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ പരിചയപ്പെടുത്താനാണ് എനിക്കിഷ്ടം. അതെ, എങ്ങനെയാണ് ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തിയാല്? ഫാമിലി, വൈഫ് ജീജ ഇവിടെ ഉണ്ട്, മകൻ ക്രിസ് ഇവിടെ ഒരു കമ്പനി ജോലി ചെയ്യുന്നു, മകൾ സേത ബാംഗ്ലൂരിൽ പഠിക്കുന്നു, BCA പഠിക്കുന്നു. സാറ് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് സാറേ ഒരു സാഹിത്യ മേഖലയായിട്ട് സാറിന് സമയം കണ്ടെത്താനും ഇപ്പൊ നിരവധി പിന്നെ സാഹിത്യ നോവലുകളും കഥകളൊക്കെ സാർ എഴുതിയിട്ടുണ്ട്. എങ്ങനെ ഒരു സമയം കണ്ടെത്തി ഇത് എങ്ങനെ ചെയ്യുന്നു? അത് സമയം കണ്ടെത്തുക എന്നുള്ളതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ നമുക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമയം കണ്ടെത്തും. നമ്മുടെ പ്രയോറിറ്റി എന്തിന് എന്നുള്ളതാണ്. പ്രയോറിറ്റി എന്തിന് എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പൊ എഴുത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷെ നമ്മളങ്ങനെ കൂടുതൽ സമയം എഴുത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. പല തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ, പൊതുപരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയൊക്കെ ഉള്ള ഒരു സമയം കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ സമയം മാത്രമാണ് എഴുത്തിന് കിട്ടുന്നത്. എഴുത്ത് മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് പൊതുസമൂഹമായിട്ട് ബന്ധമുള്ള ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ ആളുകളെ കാണേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കാണും. ഒരു പരിപാടി പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ ആശംസ പറയാനോ മുഖ്യ പ്രഭാഷണം നടത്താനോ മാത്രമല്ല പോകുന്നത്. അവിടേക്കുള്ള നമ്മുടെ സുഹൃത്തുക്കളെ കാണുക, അവരോടൊക്കെ സംസാരിക്കുക, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ തുച്ഛമായ ഒരു സമയം മാത്രമാണ് എഴുത്തിന് കിട്ടുന്നത്. സർ, ഗർഗർ സാംസയുടെ കാമുകി എന്ന ഒരു കഥാസംഹാരത്തിനാണ് സാറിന് ഇപ്പൊ ഈ ഒരു അവാർഡ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താണ് ഗർഗർ സാംസയുടെ കാമുകി എന്ന് പറയുന്നത്? ഗർഗർ സാംസയുടെ കാമുകി എന്ന് പറയുന്ന കഥാസമാഹാരത്തിനാണ് ഈ കൊല്ലത്തെ MD സാഹിത്യ പുരസ്കാരം കിട്ടിയത്. GCCയിലുള്ള എഴുത്തുകാരിൽ നിന്നാണ് അവർ കൃതികൾ സെലക്ട് ചെയ്തത്. ഏതാണ്ട് 27ഓളം കൃതികൾ അവർക്ക് കിട്ടി. കലാ കുവൈറ്റിന് കിട്ടി. മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ കൺട്രികളിൽ നിന്നുള്ള എഴുത്തുകാർ. കേരളത്തിൽ നിന്നോ മറ്റുള്ള എഴുത്തുകാരൊന്നും ഇതിനകത്ത് പരിഗണിക്കപ്പെടുകയില്ല. GCCയിലുള്ള എഴുത്തുകാർ. അപ്പൊ GCCയിലുള്ള എഴുത്തുകാരുടെ 27ഓളം കൃതികൾ കലാ കുവൈറ്റിന് കിട്ടി. അപ്പൊ കലാ കുവൈറ്റിലെ ഏറ്റവും വലിയ ബഹുജന സംഘടനയാണ്. എനിക്ക് തോന്നുന്നത് 1978 കലാ കുവൈറ്റ് രൂപം കൊള്ളുന്നത്. ഗൾഫ് പ്രവാസത്തിന്റെ തുടക്കം എന്ന് വേണേൽ പറയാം. 1960 ഗൾഫ് കുടിയേറ്റം ആരംഭിക്കുന്നത്. അപ്പോ ഗൾഫ് കുടിയേറ്റം 60 ആരംഭിച്ചെങ്കിലും 70 കൂടിയാണ് അത് പുഷ്ടി പ്രാപിക്കുന്നത്. അപ്പോ 1978 രൂപം കൊണ്ട സംഘടന എന്ന് പറയുമ്പോൾ ആദ്യകാല പ്രവാസികൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. 47 കൊല്ലക്കാലത്തെ ചരിത്രം അതിനുണ്ട്. ഞാൻ അവിടെ നടന്ന പരിപാടിയിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ലോഞ്ചിലൊക്കെ വന്നിട്ടുള്ള മനുഷ്യന്മാരായിരിക്കാം ആ സംഘടന രൂപം കൊടുത്തത്. അപ്പൊ അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു സംഘടന വളരെ സത്യസന്ധമായി സൂക്ഷ്മമായി എല്ലാം വിലയിരുത്തിയതിന് ശേഷമായിട്ട് ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരായ അശോകൻ ചരുവിൽ, പിന്നെ അഷ്ടമൂർത്തി, സോമപ്രസാദ് തുടങ്ങിയിട്ടുള്ള ആളുകൾ അടങ്ങുന്ന ജൂറിയാണ് ഈ പുസ്തകം തിരഞ്ഞെടുത്തത്. ഒറ്റവാക്കിലല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന്റെ ചരിത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രശസ്ത സാഹിത്യകാരനായ 20ാം നൂറ്റാണ്ടിലെ പ്രശസ്ത സാഹിത്യകാരനായ കാഫ്കയുടെ
മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന ഒരു ചെറു നോവലുണ്ട്. ആ ചെറു നോവലിൽ ഗൃഹസംസ എന്ന് പറയുന്ന കഥാപാത്രം ഒരു രാത്രിയിൽ, അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആണ്, ഒരു രാത്രിയിൽ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. പക്ഷേ നേരം വെളുത്തപ്പോൾ അദ്ദേഹം ഒരു ഷഡ്പദമായി മാറ്റപ്പെട്ടു. വിപണിയുടെ കടന്നുകയറ്റം, കമ്പോളവൽക്കരണം മനുഷ്യനെ എത്രമാത്രം ഏകാഗിയാക്കുന്നു, ഒറ്റപ്പെട്ടവനാക്കുന്നു. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടവന്റെ നൊമ്പരമാണ് എന്ന് വെളിവാക്കുന്ന ലോക സാഹിത്യത്തിലെ മഹത്തായ ഒരു ക്ലാസിക് ഗ്രന്ഥമാണ് മെറ്റഫോർസിസ്. അങ്ങനെ ഷഡ്പദമാക്കപ്പെട്ട ഗൃഹസംസയെ ആ ഗൃഹസംസ ജോലി ചെയ്തിരുന്ന ഓഫീസിലെ റിസപ്ഷനിസ്റ്റായ ഒരു പെൺകുട്ടി പ്രേമിച്ചിരുന്നു. ആ ദിവസം പിറ്റേ ദിവസം ഇദ്ദേഹത്തെ ഓഫീസിൽ എത്താത്തത്, കാണാത്തത്, ഓഫീസിൽ വരാഞ്ഞത് എന്താണെന്ന് അന്വേഷിച്ച് ഓഫീസിലുള്ള ആളുകൾ പോയി നോക്കുമ്പോൾ ഗൃഹസംസ ഒരു ഷഡ്പദമായി, ഒരു കൂറയായി, ഒരു പാറ്റയായി മാറ്റപ്പെട്ട ഭീകരമായ ദൃശ്യമാണ് കാണുന്നത്. ഈ പെൺകുട്ടിയുടെ പ്രണയം ആരോട് പറയും? ഗൃഹസംസയെ മാത്രം മനസ്സിൽ സൂക്ഷിച്ച ഒരു പെൺകുട്ടിയാണത്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ആളില്ലാതാവുന്നു. അവളുടെ സ്നേഹത്തിന് ഉടയവനായവൻ ഈ ഭൂമിയിൽ ഇല്ല, മനുഷ്യനായിട്ടില്ല. അപ്പം ലോക സാഹിത്യത്തിൽ തന്നെ അങ്ങനെ ഒരു കഥാപാത്രം വന്നിട്ടില്ല. ഈ കാഫ്കയുടെ മെറ്റഫോർസിസിനെ കുറിച്ച് നിരവധി യൂണിവേഴ്സിറ്റികളിൽ, ജർമ്മനിയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിലെ സാഹിത്യ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, ഡോക്ടറേറ്റ് ഒക്കെ നേടുന്നുണ്ട്. അവരൊക്കെ ഹാരുകി മുറഹാമി എന്ന് പറയുന്ന വിഖ്യാതനായ എഴുത്തുകാരൻ കാഫ്ക ഓൺ ദ ഷോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഗൃഹസംസ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ സ്നേഹിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കഥയാണ് നമ്മൾ ഇതിനകത്തൂടെ ആവിഷ്കരിച്ചത്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കഥ. ഈ കഥാസമാഹാരത്തിലെ പ്രധാനപ്പെട്ട കഥയും കഥാസമാഹാരത്തിന് തലക്കെട്ടും അതാണ്. സാർ, ഇപ്പൊ പ്രധാനമായിട്ട് സാറിന്റെ പുസ്തകങ്ങളിൽ നമുക്ക് തോന്നുന്നത് ജോസഫ് അദരിങ്കലിന്റെ കഥകൾ, മിയ കുൾപ്പ, പാപികളുടെ പട്ടണം. ഇപ്പൊ ഈ മൂന്ന് ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു മൂന്ന് പുസ്തകം സാറിന് എങ്ങനെ മനസ്സിൽ തോന്നിയത്? അങ്ങനെ ഈ സാഹചര്യങ്ങൾ എന്നുള്ളതല്ല, നമ്മൾ പല കാലങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ള കഥകൾ സമാഹരിക്കപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ നമ്മൾ പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ള കഥകളാണ് ഈ ജോസഫ് അദരിന്റെ കഥകളും പാപികളുടെ പട്ടണവും പിന്നെ ഈ ഗൃഹസംസയുടെ കാമുകിയും പ്രതീക്ഷയുടെ പെരുമഴയിലും ഇണയന്ത്രവും പുലിയും പെൺകുട്ടിയും ഇങ്ങനെയൊക്കെയുള്ള കഥാസമാഹാരങ്ങളാണ്. അത് പല കാലഘട്ടങ്ങളിൽ നമ്മൾ എഴുതുന്ന കഥകള് ഒരു 10 കഥകളാകുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, സമാഹരിക്കുന്നു. പ്രസാദകര് പറയുന്നത് നമുക്ക് സമാഹരിക്കാമെന്ന് പറയുമ്പോൾ നമ്മളത് സമാഹരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഥകളാണ്. പക്ഷെ മിയ കുൾപ്പ എന്ന് പറയുന്നത് നോവലാണ്. അത് 2024 കഴിഞ്ഞ കൊല്ലം ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ റിലീസായി. അപ്പം ആ ഒരു മിയ കുൾപ്പ പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു കവർ പേജ് തന്നെ ഒരു വെറൈറ്റി സംഭവം, വെറൈറ്റി നമ്മൾ കണ്ടാൽ തന്നെ ഒരു അതെങ്ങനെയാണ് അതിലോട്ട് ആ ഒരു കവർ പേജ് പുസ്തകം നമ്മൾ സ്ക്രിപ്റ്റ് പിന്നെ പ്രസാദകർക്ക് ചിന്തയാണ് ആ പുസ്തകം ഇറക്കിയത്. അപ്പൊ ചിന്തയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ചിത്രകാരന്മാരുണ്ട്, കവർ ചിത്രം ഡിസൈൻ ചെയ്യുന്നവരുണ്ട്. അവര് പുസ്തകം വായിച്ചു നോക്കി അതിന്റെ കണ്ടന്റ്സ് മനസ്സിലാക്കിയതിനു ശേഷം ഒരു ചിത്രകാരന്റെ ഭാവനയിൽ ഉരുത്തിരിയുന്നതാണത്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നും മനസ്സിലാക്കിയിട്ട് അവരത് വായിച്ചു നോക്കിയതിനു ശേഷം അവർ ചിത്രകാരന്റെ ഭാവനയിൽ ഉരുത്തിരിയുന്ന ഒരു കലാസൃഷ്ടിയാണത്. അത് തീർച്ചയായിട്ടും അതിന്റെ ആദ്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആദ്യ നോട്ടത്തിൽ തന്നെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സാർ, ഇപ്പൊ പ്രവാസ ലോകത്ത് ഈ വായനയുടെയും എഴുത്തിന്റെയും ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അത് എങ്ങനെയാണ് അതിന്റെ ഒരു കുറവ് വന്നിട്ടുണ്ടോ? അതേ ഒരു വായനയുടെയും എഴുത്തിന്റെയും പ്രാധാന്യം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ദുബായിലും മറ്റുമൊക്കെ അത് വളരെ സജീവമായ രീതിയിലുള്ള ഒരുപാട് പരിപാടികൾ, വായനോത്സവങ്ങൾ മറ്റുമൊക്കെ ഉണ്ട്. ഷാർജ പുസ്തകോത്സവം തീർച്ചയായിട്ടും വലിയൊരു മുതൽക്കൂട്ടാണ്. അതുകൂടാതെ തന്നെ കാഫ് കലോത്സവങ്ങൾ, അങ്ങനെ ഒരുപാട് സർഗോത്സവങ്ങളും വായനോത്സവങ്ങളും ദുബായിലും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അത്ര കാര്യമായ രീതിയിൽ
ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, വായന മനുഷ്യനെ സ്ട്രെസ്സുകളിൽ നിന്ന് മോചിപ്പിക്കുമെന്നുള്ളതാണ്. നമ്മുടെ നിലവിലിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് വായന നമുക്കൊരു വിമോചനം തരും. നമ്മൾ കണ്ടു പഴകിയ ഇടങ്ങളിൽ നിന്ന് വായന നമ്മളെ വേറൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഓക്കെ, വായനയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഒരു സമൂഹം പോകുമ്പോൾ വായന തന്നെ ഒരു ലഹരിയായി മാറും. വായന ലഹരിയായി മാറും. അതെ, വായന ലഹരിയായി മാറുമ്പോൾ നമ്മൾ MDMA പോലുള്ള സംഭവങ്ങളിലേക്ക് അന്വേഷിക്കുക, അതിന്റെ പുറകെ പോവുകയില്ല. നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പുതിയ ലോകം തുറക്കും. നമ്മൾ ജീവിച്ചു വന്ന ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതവും അതിലെ കഥാപാത്രങ്ങളും അതിന്റെ അന്തരീക്ഷവും ഒക്കെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു, നിലവിലുള്ള അവസ്ഥകളിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കും. നമ്മുടെ ഒരു പതിവ് സ്ട്രെസ്സിൽ നിന്നും പതിവ് ദിനചര്യകളിൽ നിന്നും വിരസമായ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും വായന നമ്മളെ വേറൊരു അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒരു സർഗാത്മകമായ ഒരു വിമോചനം നമ്മളിൽ ഉണ്ടാക്കും. അതാണ് വായനയുടെ ഗുണം. പുതിയ പുതിയ അറിവുകൾ നമുക്ക് നേടാം. പുതിയ പുതിയ മനുഷ്യരുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വായന സഹായിക്കും. ജീവിതത്തെ കൂടുതൽ മനുഷ്യ ജീവിതങ്ങളുടെ വ്യത്യസ്തമായ അവസ്ഥകളാണ് ഓരോ എഴുത്തുകാരനും ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം. ഇപ്പം നമ്മുടെ റിയാദിൽ തന്നെ നിരവധി സാംസ്കാരിക സംഘടനകൾ പല മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനം, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു എല്ലാ സംഘടനക്കാരും ഒരു സാംസ്കാരിക സമ്മേളനം എന്തായാലും അവർ ഒരേ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു പ്രാതിനിധ്യം കുറഞ്ഞു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അതേ, അതിനകത്ത് പ്രാസംഗികരുടെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. നമ്മൾ നമ്മുടെ പ്രസംഗത്തിലേക്ക് സദസ്സിനെ അടുപ്പിക്കണം. അപ്പൊ ഞാൻ കുവൈറ്റിലെ MD സാഹിത്യ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഒരു മറുപടി പ്രസംഗം നടത്തി. അപ്പൊ മറുപടി പ്രസംഗത്തിന് കുറിച്ച് പിന്നെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റുകൾ, വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസംഗം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്റെ ഗുരുതുല്യനായ PK ഗോപി സാർ ഇവിടെ വന്നപ്പോൾ, ഗോപിയേട്ടൻ ഇവിടെ വന്നപ്പോൾ നടന്ന ഒരു പരിപാടി, അപ്പോളോ ഡിമോറയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയുടെ അവസാനം പരിപാടി ഗോപിയേട്ടൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സദസ്സിലുള്ളവർ പറഞ്ഞത്, വീണ്ടും ഞങ്ങളോട് പറയുന്നതാണ്, വീണ്ടും ഞങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പൊ നല്ല വാക്കുകൾ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. പക്ഷെ വരണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, പുതുമയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുകയില്ല. പുതിയ ആശയങ്ങൾ അവരുടെ മുന്നിൽ കൊണ്ടുവരണം. നമ്മുടെ സമൂഹം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് ഓരോ മനുഷ്യന്റെയും കാതിൽ ചെന്നിട്ട് നമുക്ക് ഓരോരുത്തരോടും പറയാൻ പറ്റുകയില്ല. അപ്പൊ നമ്മളൊരു പൊതുസമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള, പൊതുവെ സാംസ്കാരിക സമ്മേളനം എന്ന് പറയുമ്പോൾ ഇതൊരു 10 മിനിറ്റിൽ ഞങ്ങൾ അവസാനിപ്പിച്ചു കൊള്ളാം എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ പരിപാടികൾ മാറിപ്പോയി. കാരണം അത് വരേണ്ടതായി പോകുന്നു എന്നാണ് ആളുകൾക്ക്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ കാതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, സർഗാത്മകമായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചാൽ, നമ്മുടെ വാക്കുകൾ പുഷ്പിച്ചാൽ, പുതിയ പുതിയ വാക്കുകൾ, പുതിയ പുതിയ പ്രയോഗങ്ങൾ, പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് നമ്മൾ സദസ്യരുമായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. കൽപ്പറ്റ മാഷുമായിട്ട് ഞാൻ നാരായണൻ മാഷുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ വാക്കുകൾ കൊണ്ട് സദസ്യർ ഉയർത്തെഴുന്നേൽക്കണമെന്നാണ്. നമ്മുടെ വാക്കുകൾ അവർക്കൊരു പുതിയ ദിശാബോധം കൊടുക്കണം. അതാണ്. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. സാർ ഇപ്പം ഒരു നോവലുകളായാലും കഥകളായാലും എഴുതുമ്പോൾ നമ്മുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാർ ഉൾപ്പെടുത്തുന്നത്. അത് എത്രമാത്രം സ്വാധീനിക്കുന്നു ഒരു എഴുത്തുകാരനെ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ? തീർച്ചയായിട്ടും. മലയാളം കണ്ട അനശ്വരനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം ബഷീർ, അദ്ദേഹം മഹാനായ എഴുത്തുകാരനായ ബഷീർ പറയുന്നത്, അനുഭവങ്ങളുടെ വൻകരയാണ് എൻ്റെ എഴുത്ത് എന്നുള്ളതാണ്. അനുഭവങ്ങളുടെ വൻകര. ഈ അനുഭവങ്ങളുടെ ഈ വൻകര ഇത് എൻ്റെ എഴുത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. താൻ അനുഭവിച്ചത്, തനിക്കറിയാവുന്ന ജീവിത പരിസരങ്ങൾ, തനിക്കറിയാവുന്ന ജീവിതങ്ങൾ, തനിക്കറിയാവുന്നതിനെ കുറിച്ച് എഴുതുമെന്നാണ് ഗബ്രിയേൽ ഗാർസിയോ മാർക്വസ്, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതിയ ഗബ്രിയേൽ മാർക്വസ് പറയുന്നത്. അപ്പൊ അനുഭവങ്ങളുടെ അടിത്തറയിൽ നമ്മൾ എഴുതുമ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട്, അതിനൊരു ചാരുതയുണ്ട്, അതിന് കുറെ കൂടെ ഭംഗിയുണ്ട്. നമ്മൾ കേട്ടറിഞ്ഞ വായിച്ചറിഞ്ഞ ജീവിതത്തെക്കാളും കൃത്യതയും സൂക്ഷ്മതയും
നമ്മുടെ അനുഭവങ്ങളുടെ പരിസരത്ത് നിന്ന് എഴുതുമ്പോൾ ഉണ്ടാകും. പക്ഷെ എല്ലാ അനുഭവങ്ങളും എല്ലാം അനുഭവിച്ചതിന് ശേഷം ഒരു എഴുത്തുകാരന് എഴുതാൻ കഴിയില്ല. അതിന് കുറച്ച് നമ്മള് ജീവിത നിരീക്ഷണങ്ങളാണ്. ജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കുക. അപ്പൊ അങ്ങനെ ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കൃതിയും രൂപപ്പെടുന്നത്. ഒരു എഴുത്തുകാരന്റെ യഥാർത്ഥ ധർമ്മം എന്നാൽ എന്താണെന്ന് വിവരിക്കാമോ സാർ? ഒരു എഴുത്തുകാരൻ യഥാർത്ഥ ധർമ്മം, എഴുത്തുകാരന്റെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് നല്ല സാഹിത്യം രചിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിന് എന്തെങ്കിലും സന്ദേശം കൊടുക്കുക എന്നുള്ളതൊന്നും എഴുത്തുകാരന്റെ ധർമ്മമല്ല. അതൊക്കെ പഴയ കാലത്തെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ സന്ദേശങ്ങളൊന്നും കൊടുക്കില്ല. മനുഷ്യ ജീവിതത്തെ ആഴത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ കണ്ട ജീവിതത്തെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് എഴുത്തുകാരന്റെ പ്രധാനപ്പെട്ട ധർമ്മം. മറ്റുള്ളതൊക്കെ അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. സാർ, ഇപ്പം നമ്മുടെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നിരവധി പുതിയ എഴുത്തുകാരന്മാരും എഴുത്തുകാരികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ പുസ്തകങ്ങളൊക്കെ ഇവിടെ നമ്മുടെ റിയാദിലായാലും നാട്ടിലായാലും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അതിനെപ്പറ്റി സാറിന് എന്താണ് തോന്നുന്നത്? ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ എഴുത്തിന്? ആ ഒരു ജേണി മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ 200ഓളം പുതിയ മലയാള കൃതികൾ അവിടെ പ്രകാശിപ്പിക്കപ്പെട്ടു. പക്ഷെ ഈ പ്രകാശിക്കപ്പെട്ട കൃതികളെല്ലാം എത്ര നാൾ നിലനിൽക്കും എന്ന് പറയുന്ന കാര്യത്തിൽ എന്റെ ചോദ്യം, ഇത്രയും ആഴത്തിൽ ചിന്തിച്ചിട്ടാണ് അവർ അനുഭവങ്ങളെല്ലാം നമ്മൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ കടന്നുപോയ എഴുത്തുകാരെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം അനശ്വരനായ എഴുത്തുകാരന്റെ പേരിലുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്, MD സാഹിത്യ പുരസ്കാരം. മലയാള ഭാഷയിൽ MDയുടെ പേരിൽ ഏർപ്പെടുത്തുന്ന ആദ്യത്തെ പുരസ്കാരമാണിത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാതികന്റെ പണിപ്പുര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു കൃതി, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു കൃതിയിൽ കാതികന്റെ പണിപ്പുരയിൽ അദ്ദേഹം പറയുന്നത് അനേകം പേർ നടന്നുപോയ വഴിയാണിത്. ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നേരത്തെ എഴുതി വെച്ച ആളുകൾ പറഞ്ഞ അതേ രീതിയിൽ ഒരു ബഷീറോ ഒരു തകഴിയോ എഴുതിയ രീതിയിലല്ല നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായി? നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഒരു വേറിട്ട ശബ്ദം കേൾപ്പിക്കുന്നുവോ എന്നുള്ളതാണ് ഓരോ എഴുത്തുകാരനെയും ചോദ്യം. എന്റെ സ്വരം നിങ്ങൾ വേറിട്ട് കേട്ടുവോ? മറ്റുള്ള എഴുത്തുകാർ കടന്നുപോയ, നമ്മുടെ പൂർവ്വസൂരികൾ കടന്നുപോയ പാതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവര് ചെയ്തു വെച്ച സംഭാവനകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി, മുന്നോട്ടുള്ള പുരോഗതിക്ക് വേണ്ടി മുതൽക്കൂട്ടാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ചേർത്ത് വെക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു എഴുത്തുകാരന്റെ ജീവിതം ധന്യമാവുന്നത്. അല്ലാതെ നമ്മൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പുസ്തകങ്ങളുടെ എണ്ണം കൂടിയിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അർത്ഥവത്തായ രീതിയിൽ എന്തെങ്കിലും ജനങ്ങളിലേക്ക് സ്വാധീനിച്ചു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ പൊതുസമൂഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെച്ചം നമ്മുടെ ഭാഷയ്ക്ക് ഈ കൃതി കൊണ്ടുണ്ടായോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തം. ഇപ്പൊ സാർ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയമാണ് നമ്മുടെ ഈ ഒരു ഡ്രഗ്സിന്റെയും ഇതിന്റെയൊക്കെ വിഷയങ്ങൾ. അപ്പം അതിനെപ്പറ്റി എന്താണ് സാറിന് ഒരു ഉപദേശം നൽകുക, അല്ലെങ്കിൽ എന്താണ് അതിനെപ്പറ്റി? ഈ ഡ്രഗ്സിന്റെ ഒക്കെ കടന്നുകയറ്റം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞൊരു മീറ്റിംഗിൽ പറഞ്ഞതുപോലെ, നമ്മുടെ കുട്ടികൾ സാഹിത്യത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. പുസ്തകങ്ങളിൽ നിന്ന് അകന്നുപോയി, കവിതകളിൽ നിന്ന് അകന്നുപോയി, കഥാപ്രസംഗത്തിൽ നിന്ന് അകന്നുപോയി, നാടകങ്ങളിൽ നിന്ന് അകന്നുപോയി, നല്ല സിനിമകളിൽ നിന്ന് അകന്നുപോയി. ഒക്കെ ഈ ഒരു സ്പേസിലേക്കൊക്കെയാണ് ഇതിന്റെ ഒരു തള്ളിക്കയറ്റം. ഇങ്ങനെ നമ്മുടെ മുക്കിനും മൂലയിലും ലഹരി കിട്ടുന്ന ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി? എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദാരുണമായ സംഭവത്തിന് ശേഷമാണ്. 5 പേരുടെ മരണത്തിന് ശേഷം ആണ് നമ്മൾ തിരിച്ചറിയുന്നത് അത് ലഹരിയുടെ സ്വാധീനമായിരുന്നു. പക്ഷെ ഒരു പുരോഗമന സമൂഹം എന്നുള്ള നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഇതൊക്കെ നേരത്തെ കണ്ടെത്താനുള്ള ഈ സംവിധാനങ്ങളുടെ ഒരു പിഴവാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. അതൊക്കെ നേരത്തെ അവർ മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് മറ്റു ചില ഈ ലഹരിയുടെ ഇത്തരത്തിലുള്ള MDMA ഡ്രഗ്സിന്റെ ഒക്കെ പകരമായിട്ട് അവരെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് പുതിയ തലമുറയിലേക്ക്, ഇപ്പൊ എന്റെ നാട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വരയുത്സവം നടന്നു. കുട്ടികളെ വരയുടെ ലഹരിയിലേക്ക് കൊണ്ടുവരിക.
എഴുത്തിന്റെ ലഹരിയിലേക്ക് കൊണ്ടുവരികയാണ്, നല്ല സിനിമയുടെ ലഹരിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ അതിനകത്ത് വ്യാപൃതരാക്കി കഴിയുമ്പോൾ, നല്ല സൗഹൃദങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ, നല്ല കൂട്ടായ്മകളിലേക്ക് വരുമ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈ മനസ്സുകളിൽ നിന്നൊക്കെ അവർ മാറും. ഈ ഇതിൽ പ്രധാന ഈ ലഹരിയിലേക്ക് ഇപ്പോഴത്തെ ഉപയോഗം പ്രധാനമായിട്ടും ഈ രക്ഷിതാക്കൾ ഒന്ന് അലർട്ട് ആവേണ്ട ആവശ്യകത. എല്ലാവരും അവരവരുടെ ലോകത്താണ്. ഈ പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഒരാളുടെ സങ്കടം കേൾക്കാൻ മറ്റൊരാൾക്ക് സമയമില്ല. എല്ലാവരും മൊബൈലിലും അങ്ങനെ പല ഈ സങ്കടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വേറൊരു അവനോ അവളോ വേറൊരു മായിക ലോകത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവന്റെ സങ്കടം, അവന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല, ടീച്ചേഴ്സിന് സമയമില്ല, ആർക്കും സമയമില്ല. അപ്പൊ അവന് ഈ ഒരു മായിക വിഭ്രാന്തിയിലേക്ക് അടിമപ്പെടുകയാണ്. അതാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്കൂൾ തലം മുതലേ നമ്മൾ ഈ നമ്മുടെ ഹൈസ്കൂൾ, LP സ്കൂൾ മുതലേ തന്നെ നമുക്ക് ഇതിനൊരു അവയർനെസ് കൊടുക്കേണ്ട ആവശ്യം. തീർച്ചയായിട്ടും അവയർനെസ് കൊടുക്കണം. അവരെ കൂടുതൽ ബോധവാന്മാരാക്കണം. ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തെ കുറിച്ച് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ തലച്ചോറ് വ്യതിചലിച്ചു പോവുകയാണ്. അപ്പോ അതിൽ നിന്നൊക്കെ മാറ്റാൻ വേണ്ടി സർഗാത്മകതയുടെ ഒരു ലോകത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ മാറാൻ പറ്റും. എല്ലാവരും എഴുത്തുകാരനാവണമെന്നല്ല, നല്ല ആസ്വാദകരായ മതി, നല്ല പാട്ടുകളുടെ ആസ്വാദകരായ മതി, നല്ല ചിത്രങ്ങളുടെ ആസ്വാദകരായ മതി. അങ്ങനെ സർഗാത്മകതയുടെ ഒരു ലഹരി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പൊ സാർ, നമ്മുടെ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന നമ്മുടെ സിനിമാ മേഖലയിൽ ഇപ്പൊ പഴയ സിനിമകൾ എടുത്തു നോക്കിയാൽ അറിയാം, നമ്മുടെ സത്യമാഷിന്റെയൊക്കെ പ്രേം നസീർ സാറിന്റെയൊക്കെ ഒരുപാട് നല്ല മനോഹരമായ കഥാകൃത്തമായ സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പുതിയ തലമുറ വരുന്ന സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് സാർ നോക്കി? തീർച്ചയായിട്ടും ഈ പുതിയ തലമുറയിലെ പല സിനിമകളിലും അക്രമം, മനുഷ്യരെ കൊല്ലുന്ന രീതികൾ, അതിന്റെ വ്യത്യസ്തമായ ചിത്രീകരണങ്ങൾ ഇങ്ങനെ നിരന്തരം കാണുമ്പോൾ, ഇങ്ങനെയുള്ള അക്രമങ്ങളും കൊലയും കൊലപാതകവും ഒക്കെ ഇങ്ങനെ നിരന്തരം കാണുമ്പോൾ കാണുന്ന ഒരു മനസ്സിന് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. നാളെ അവൻ പോകുന്ന വഴിയിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ അവനത് സ്വാഭാവികമായി നോക്കി നിൽക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. കാരണം അവൻ 1000 വട്ടം കണ്ടത് ഈ സിനിമയിലെ ഈ കൊലപാതക രംഗങ്ങളാണ്. അതിനെക്കുറിച്ച് പറയേണ്ടത് മാനസിക വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളുടെ ചിത്രീകരണങ്ങൾ കാണുന്ന ആളുകൾ നിത്യജീവിതത്തിൽ അത് ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നുകയുള്ളൂ. അവർക്ക് രക്തം കാണുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുകയില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇതൊക്കെ അല്ല നമ്മുടെ സിനിമകൾ ഇതൊന്നുമല്ല. നമ്മുടെ സിനിമകൾ എല്ലാ കാലത്തും പ്രസക്തമായ നമ്മുടെ സിനിമകൾ ഇതൊന്നുമല്ല. ഇങ്ങനെയുള്ള ആശയങ്ങളല്ല മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇതൊക്കെ മുളയിലേ നുള്ളേണ്ടതാണ്. ഇങ്ങനെയുള്ള സിനിമകളെ യാതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത്. അതാണ് അതിനെ കുറിച്ച് പറയുന്നത്. സാർ, ഇപ്പം ലോകത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വേൾഡിലെ നിരവധി യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന പല രാജ്യങ്ങളിൽ തമ്മിൽ. അപ്പൊ മാനുഷികത എന്നത് ഒരു വളരെ ഇല്ലായ്മ ആയി എന്നുള്ള തോന്നിയിട്ടുണ്ട് സാർ. മനുഷ്യന്റെ ജീവന് വേണ്ടി ആൾക്കാർ നെട്ടോട്ട് ഓടുമ്പോൾ നമ്മുടെ ഒരു രാജ്യം വേറെ എന്താണ് അവർ ചിന്തിക്കുന്നത്? എന്താണ് സാറിന് തോന്നുന്നത്? തീർച്ചയായിട്ടും പ്രസക്തമായ ഒരു കാലഘട്ടത്തിന്റെ ചോദ്യമാണ്. എറിക് ഫ്രോം എന്ന് പറയുന്ന വിശ്രുതനായ ചിന്തകന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത് പോലെ, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഹിംസാത്മക ജീവിയാണ്. നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ കൊല്ലുന്നത്, എന്തിനോ വേണ്ടി കൊല്ലുകയാണ്. ഒരു ജീവി, ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കൊല്ലുന്നത് അതിന്റെ ആഹാരത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അതൊരു പ്രകൃതി നിയമമാണ്. പക്ഷെ ഒന്നിനും വേണ്ടി അല്ലാതെ മനുഷ്യൻ കൊല്ലും. മനുഷ്യൻ ഒരു സമൂഹത്തെ നശിപ്പിക്കും. ഇതിൽ നിന്ന് എന്ത് നേട്ടം എന്നല്ല ചോദിക്കുന്നത്, അവൻ സ്വയം ചോദിക്കുന്നത്. അപ്പം ഈ ഹിംസാത്മകത എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യന്റെ ഒരു മുദ്രയാണ്. പക്ഷേ ഒരു പരിഷ്കൃത സമൂഹമാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ്, മോചനം നേടുകയാണ് വേണ്ടത്. മതങ്ങളിലൂടെ, ആത്മീയ ചിന്തകളിലൂടെ, ശാസ്ത്ര പുരോഗതിയിലൂടെ നമ്മൾ കൂടുതൽ അലിവുള്ള മനുഷ്യരായി, നല്ല മനുഷ്യരായി തീരണം.
പുതിയ മനുഷ്യരായി തീർക്കണം. അപ്പൊ മറ്റൊരാളുടെ വാക്കുകൾ നമ്മൾക്ക് സംഗീതം പോലെ കേൾക്കണമെന്ന് പറയാറുണ്ട്. അന്യന്റെ വാക്കുകൾ നമ്മൾ സംഗീതം പോലെ കേൾക്കണം. പക്ഷേ ഇന്ന് അതില്ല. ഇപ്പോ പലസ്തീനിലെ എത്ര കുട്ടികൾ, പിഞ്ചു കുട്ടികൾ മരിച്ചു എന്നുള്ളത് ആരുടെ ഒരു വിഷയം? അതൊരു കണക്കുകൾ മാത്രമായി മാറിയിരിക്കും. 20,000 പരം പിഞ്ചു കിടാങ്ങൾ അവിടെ മരിച്ചു. അവരുടെ തർക്കങ്ങളെ കുറിച്ചൊക്കെ അവര് രാഷ്ട്ര നേതാക്കന്മാർ സംസാരിക്കട്ടെ. പക്ഷെ ഈ 20,000 പരം പിഞ്ചു കിടാങ്ങൾ മരിച്ചത് ആരുടെ ഒരു വിഷയമല്ല. അത്രമാത്രം വിഷയ നിസ്സംഗമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ, നമ്മൾ ചൊവ്വയിൽ പോയി ജീവിച്ചു അല്ലെങ്കിൽ വ്യാഴത്തിൽ പോയി ജീവിച്ചു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ശാസ്ത്രം വളരുന്നതനുസരിച്ച് മനുഷ്യന്റെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഹിംസയോടുള്ള നമ്മുടെ താല്പര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിക്കണം. അതിന്റെ ആ ഹിംസാത്മകമായിട്ടുള്ള ആ പ്രവണതയെ നമ്മൾ കുറച്ചു കൊണ്ടുവരണം. കൂടുതൽ നല്ല മനുഷ്യരായി, കൂടുതൽ അലിവുള്ള മനുഷ്യരായി നമ്മൾ മാറണം. അതാണ് സാഹിത്യവും കലയും സിനിമയും എല്ലാം ചെയ്യുന്നത്. കൂടുതൽ നല്ല മനുഷ്യരാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളിലുള്ള ആക്രമണവാസയെ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ, ഒരു നാടകം കണ്ടു കഴിയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് ഉത്തമമായ സാഹിത്യമല്ല. അത് നമുക്ക് ആവശ്യമില്ല. അതിനെ തള്ളിക്കളയുകയാണ് വേണ്ടത്. സാറേ, ഇപ്പൊ സാറിന് ഇപ്പം നിരവധി നോവലുകളും കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ സാറിന് മറക്കാനാവാത്ത ഒരു അനുഭവം നമ്മളോട് വിവരിക്കാൻ പറഞ്ഞാൽ സാറ് എന്താണ് പറയുക? തീർച്ചയായിട്ടും ഈ അനശ്വരനായ എഴുത്തുകാരൻ MDയുടെ പേരിലുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്ന നിമിഷം ഞാൻ അവിടെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെ ഒരു അനർഘ നിമിഷമാണ്. കാരണം നമ്മുടെ കാലഘട്ടം കണ്ട വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹം എഴുത്തുകാരനായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു, പത്രാധിപരായിരുന്നു, പ്രഭാഷകനായിരുന്നു, സംഘാടകനായിരുന്നു. തൊട്ട മേഖലകളിലെല്ലാം അതിൻ്റെതായ വ്യക്തിമുദ്ര, മായാത്ത മുദ്രകൾ പതിപ്പിച്ച് കടന്നുപോയ നമ്മുടെ കാലഘട്ടത്തിലെ വലിയൊരു എഴുത്തുകാരനാണ് MD. അദ്ദേഹത്തിന്റെ പേരിൽ പ്രഖ്യാപിച്ച ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയ നിമിഷം ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിൽ ഒന്നാണ്. 2005 എനിക്ക് പൊൻകുന്നം വർക്കി അവാർഡ് കോട്ടയം പാമ്പാടിയിലെ ട്രസ്റ്റ് നൽകിയായിരുന്നു. വർക്കി സാറിന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റാണ് അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു ട്രസ്റ്റാണ്. അതേറ്റുവാങ്ങിയ നിമിഷം ജീവിതത്തിൽ ഞാൻ ജയിലിൽ അടച്ച ഒരു എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി. തൂലിക പടവാളാക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ വലിയ വലിയ കഥകൾ എഴുതി ഭരണകൂടങ്ങളെ വിറപ്പിച്ച എഴുത്തുകാരനാണ് വർക്കി സാർ. വർക്കി സാറിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം കിട്ടി, MDയുടെ പേരിലുള്ള ഒരു പുരസ്കാരം കിട്ടി. ഇതൊക്കെ എൻ്റെ ചെറിയ ഒരു എഴുത്ത് ജീവിതത്തിലെ നിർണായകമായ ധന്യാത്മകമായ നിമിഷങ്ങളാണ്. അവസാനമായിട്ട് സാറേ, നമ്മുടെ കുറച്ച് സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച് വളരെ ബിസി ടൈമിലും എന്തായാലും വളരെ വളരെ സന്തോഷം. എന്താണ് സാറിന് അവസാനമായിട്ട് ഒരു എല്ലാവർക്കും വേണ്ടി ഒരു ഉപദേശം നൽകുക, ഒരു മെസ്സേജ് നൽകുക? എന്താണ്? കൂടുതൽ നല്ല മനുഷ്യരായി തീരുക എന്നുള്ളതാണ്. മതമനുഷ്യരായി തീരുക എന്നുള്ളതല്ല. നമ്മൾ ആത്മീയതയുടെ അന്തസത്തകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും സ്നേഹിക്കാനും അന്യന്റെ വാക്കുകൾ സ്നേഹത്തോടെ കേൾക്കാനും അന്യന്റെ കണ്ണീരപ്പാനും അന്യനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാനുമാണ് എല്ലാ മതങ്ങളും പ്രേരിപ്പിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ മനുഷ്യർ അന്യോന്യം ഏറ്റുമുട്ടുന്ന ഒരു വലിയൊരു ദുരന്ത കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കലാകാരന്മാരുടെയും എല്ലാവരുടെയും ഒരു ശ്രമം എന്ന് പറയുന്നത് ഈ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. പൊതു ഇടങ്ങൾ, എല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന പൊതു ഇടങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരും ഒരുമിച്ചിരുന്ന് ഈ ഒരു കാലഘട്ടത്തിന്റെ ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഈ അലകൾ ഉണർത്തുന്ന ശക്തികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സ്നേഹമാണ് അന്തിമമായി. സ്നേഹം കൊടുക്കുമ്പോൾ അത് സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. സാർ, ഈ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മതത്തിന്റെ ഒരു സ്വാധീനം എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? മതത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മതം ആത്മീയതയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി എന്നുള്ളതാണ്. മതം എന്ന് പറയുന്നതും ആത്മീയത എന്ന് പറയുന്നതും രണ്ട് സമാന്തര പാതകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ
മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് എന്റെ മതമാണ് വലിയ മതം, നിന്റെ മതമാണ് ചെറിയ മതം എന്നൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ആത്മീയത അങ്ങനല്ല. ആത്മീയത എല്ലാ മനുഷ്യനെയും സ്നേഹത്തോടെ, അവരനെന്ന് പറയുന്ന ഒന്നില്ല, അന്യവൽക്കരണം എന്ന് പറയുന്ന ഒന്നില്ല, എല്ലാം എന്റെ സഹോദരങ്ങളാണ് എന്നുള്ളതാണ്. അടുത്തുള്ളവൻ പട്ടിണി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ പട്ടിണി മാറ്റിയതിന് ശേഷം നമുക്ക് കഴിച്ചാൽ മതി എന്ന് പറയുന്ന വിശുദ്ധ വചനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതിൽ നിന്ന് ഊർജം കൊള്ളണം. അല്ലാതെ മതത്തിന്റെ പേരിൽ ഏറ്റുമുട്ടുകയും എന്റേത് വലിയ മതം, നിങ്ങളുടേത് ചെറിയ മതം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അതിന്റെ പേരിൽ പീഡിപ്പിക്കുക, ഭരണഘടനയുടെ മൂല്യങ്ങളെ നമ്മൾ ചോർത്തിക്കളയുന്ന ഒരു പരിപാടിയിലും നമ്മൾ പങ്കെടുക്കില്ല. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിന്റെ ഈ കെടുതികളെ നമ്മൾ നേരിടണം. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ കുറിച്ച് സംസാരിച്ചാല് ഇപ്പം നമ്മുടെ പഴയ ഒരു ജീവിത രീതിയിലല്ല നമ്മുടെ രാജ്യം ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം എന്താണ് സാറിന് നോക്കിക്കാണുന്നത്? ഇന്ന് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും എങ്ങനെ? ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്, വലിയൊരു ശക്തി മാത്രമാണ്. മഹത്തായ ആശയങ്ങളുടെ വലിയൊരു ഭൂമികയാണ് ഇന്ത്യ. അത് എത്രയായിരം മതങ്ങൾ, എത്രയായിരം ഭാഷകൾ, എത്രയായിരം ആചാരങ്ങൾ, നമ്മുടെ എത്രയോ കാലഘട്ടങ്ങളായി, ഇത്രയും 47-ൽ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ ഇത്രയും നാളും നമ്മൾ അതേ രീതിയിൽ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷെ ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പികൾ നമുക്ക് കാണിച്ചു തന്ന ഒരു വലിയ വഴിയുണ്ട്. നമ്മുടെ സംസ്കാരം വ്യതിചലിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിനകത്ത് ചില ഏറ്റക്കുറച്ചിലുകൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ നമ്മൾ എന്താണ് ഒരുമിച്ച് നേരിടണമെന്നുള്ളതാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച മനസ്സോടുകൂടി അതിനെ നേരിടുകയാണ് വേണ്ടത്. സാറിന് ഇപ്പൊ നിരവധി അവാർഡുകൾ സാറിന് ദൈവത്തിന്റെ സഹായത്താൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഏതൊക്കെ അവാർഡാണ് സാറിന് ലഭിച്ചിട്ടുള്ളത് നമുക്കൊന്ന് അറിയാൻ പറ്റും? അല്ലെ, എനിക്ക് കിട്ടിയ അവാർഡുകൾ കലാ കുവൈറ്റിന്റെ MD സാഹിത്യ പുരസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ഒരു വലിയ പത്രാധിപരുണ്ടായിരുന്നു, തെങ്ങമം ബാലകൃഷ്ണൻ. തെങ്ങമം ബാലകൃഷ്ണൻ നിയമസഭാ സാമാജികനായിരുന്നു, ജനയുഗത്തിന്റെ പത്രാധിപരായിരുന്നു, വലിയ വിപ്ലവകാരിയായിരുന്നു, വലിയ എഴുത്തുകാരനായിരുന്നു, വാഗ്മിയായിരുന്നു. തെങ്ങമം ബാലകൃഷ്ണന്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടി. അതിനു മുമ്പ് ഖത്തർ സമന്വയുടെ ഒരു അവാർഡ്, പൊൻകുന്നം വർക്കി സ്മാരക അവാർഡ്, അങ്ങനെ നിരവധിയായിട്ടുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സാറിന്റെ ഗുരുനാഥനെ പറ്റി പറഞ്ഞാല് ഒന്ന് പറയൂ. ഗുരുനാഥൻ എന്ന് പറയാൻ ഒരാൾ മാത്രമല്ല, നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ എനിക്ക് എഴുത്തിന്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്നത് അതിരിങ്കിൽ പ്രഭാകരൻ എന്ന് പറയുന്ന ഗുരുതുല്യനായ ഒരാളാണ്. അദ്ദേഹം ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ക്ലാസ്സുകളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല, സ്കൂളുകളിലും കോളേജിലും മാത്രമല്ല, മറ്റുള്ള പല മേഖലകളിലും നമുക്ക് അവരിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. അവരെല്ലാം എൻ്റെ ഗുരുനാഥന്മാരാണ്. ഒരാളെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ഇപ്പം സാറിന്റെ പേരിൽ കൂടെ ഒരു അതിരിങ്കൽ എന്നൊരു സ്ഥലം കൂടി ഇപ്പൊ ഫേമസ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ എന്താണ് സാർ ഈ പേരിന്റെ കൂടെ നമ്മുടെ സ്ഥലം കൂടി, നമ്മുടെ ജനിച്ച സ്ഥലം കൂടി വെക്കുന്നതിനുള്ള ഒരു? അത് പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം നാട്ടിലെ ടാഗോർ വായനശാലയുണ്ട്. ടാഗോറിന്റെ മഹാകവി ടാഗോറിന്റെ പേരുള്ള വായനശാലയുടെ ഓണാഘോഷ പരിപാടികൾക്ക് വേണ്ടി ഒരു നാടകം വേണമായിരുന്നു. അപ്പൊ ആ നാടകം ഒറ്റയാണെന്ന് പറയുന്ന ഒരു നാടകം ഞാൻ എഴുതി. അപ്പൊ ഓണാഘോഷ പരിപാടിയുടെ അനുബന്ധിച്ചിട്ടുള്ള നോട്ടീസ് പ്രിന്റ് ചെയ്യുമ്പം അപ്പൊ ജോസഫ് ആണ് എഴുതിയത് എന്ന് പറഞ്ഞപ്പോ ഈ അതിരിങ്ക പ്രഭാകരൻ എന്ന് പറയുന്ന എന്റെ മൂലധനമൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വലിയ എഴുത്തുകാരനും ചിന്തകനുമാണ് അതിരിങ്ക പ്രഭാകരൻ. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹമാണ് ജോസഫ്, നിന്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുകയാണ്, നാടിന്റെ പേരൂടെ ചേർത്തിട്ട് എന്നെ പോലെ അതിരിങ്ക പ്രഭാകരൻ എന്നുള്ളത് കൊണ്ട് അതുപോലെ നിന്റെ പേര് ജോസഫ് അതിരിങ്ക എന്നാക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ നാടിന്റെ ഒരു പത്തനംതിട്ട ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് അതിരി. ഈ അതിരിങ്കൽ നമ്മൾ ഒരാളെ പേര് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് ഈ അതിരിങ്കൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാരുടെ നാടാണ് അതിരിങ്കൽ. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ജൂനിയർ ശീർഹാഴി ഗോവിന്ദരാജ് എന്ന് പറയുന്ന വലിയ പാട്ടുകാരനാണ്. ശീർഹാഴി ഗോവിന്ദരാജ് തമിഴകത്തിലെ ഏറ്റവും വലിയൊരു ഗായകനായിരുന്നു. അപ്പൊ അദ്ദേഹം കലഞ്ഞൂർ
ശിവക്ഷേത്രത്തിൽ ഗാനമേള ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, കച്ചേരി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കച്ചേരി പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതിനു മുമ്പ് അവിടെ ഈ വാസുദേവൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പാട്ട് പാടിയപ്പോൾ അദ്ദേഹം ആ പാട്ട് കേട്ടപ്പം അവിടെ ഗ്രീൻ റൂമിൽ ഇരുന്ന ഗോവിന്ദരാജ് ചോദിച്ചു, ആരാണ് ഈ പാടുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ വാസുദേവൻ എന്ന് പറയുന്ന, അതിരിങ്കൽ വാസുദേവൻ എന്ന് പറയുന്ന ഒരു ഗായകനാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ താല്പര്യം. അദ്ദേഹത്തെ പിന്നെ ഇന്നു മുതൽ നീ ജൂനിയർ ശീർഘാഴി ഗോവിന്ദരാജ് എന്ന രീതിയിൽ അറിയപ്പെടും. അതൊരു വലിയൊരു ബഹുമതിയായിരുന്നു അക്കാലത്ത്. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ പാട്ടുകാരും കലാകാരന്മാരുടെ അതിരിങ്കൽ സുഭാഷ് ഏറ്റവും നല്ലൊരു മികച്ച നാടക നടനാണ്. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട്. സാർ, ഇപ്പം ഞങ്ങൾ കേട്ടിട്ടുണ്ട് പ്രവാസി സാഹിത്യം എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? പ്രവാസി സാഹിത്യം പ്രവാസി സാഹിത്യം എന്ന് പറയുന്ന ഒരു സാഹിത്യം ഇല്ല. വാസ്തവത്തിൽ പ്രവാസി എന്നുള്ള പേര് തന്നെ നമുക്ക് യോജിക്കുകയില്ല. ഗൾഫ് കുടിയേറ്റം, മലയാളിയുടെ ഗൾഫ് കുടിയേറ്റം ഒരിക്കലും പ്രവാസത്തിന്റെ പരിധിയിൽ വരികയില്ല. പ്രവാസം എന്ന് പറയുന്നത് സ്വന്തം നാട് നഷ്ടപ്പെട്ട്, സ്വന്തം വീട് നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി പലസ്തീനികളെ പോലെ, ശ്രീലങ്കൻ തമിഴരെ പോലെ ഒക്കെ, കുർദിഷ് ജനതയെ പോലെയൊക്കെ അലഞ്ഞു തിരിയേണ്ടി വരുന്ന മനുഷ്യരുടെ ജീവിതമാണ് പ്രവാസം. അതിനെയാണ് പ്രവാസം എന്ന് പറയുന്നത്. നമ്മൾ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടി, സാമ്പത്തിക അവസ്ഥയ്ക്ക് വേണ്ടി രാജ്യം വിട്ടുവരുന്നവരാണ്. നമ്മുടേത് കുടിയേറ്റമാണ്. അങ്ങനെ ജീവിച്ചു വരുന്ന നമ്മളെ പ്രവാസി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. പിന്നെ സാഹിത്യത്തിന് പ്രവാസി സാഹിത്യം അങ്ങനെയൊന്നുമില്ല. സാഹിത്യം തീർച്ചയായിട്ടും നമ്മളൊരു വ്യത്യസ്ത മേഖലയിൽ ജീവിക്കുമ്പോൾ അവിടെയുള്ള സാഹിത്യത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രവാസി സാഹിത്യം എന്ന് പറയുന്നത്. പക്ഷെ തൊഴിലിടങ്ങളിലെ അനിശ്ചിതത്വം കാരണം എന്ന് പ്രവാസിയായിരിക്കും നാളെ ചിലപ്പോൾ നാട്ടില് നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാലം ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഇന്നലെ വരെ അദ്ദേഹം പ്രവാസി സാഹിത്യകാരനായിരുന്നു, ഇന്ന് പ്രവാസി സാഹിത്യകാരനല്ല എന്നൊന്നും പറയുന്ന അർത്ഥമില്ല. സാഹിത്യം ഒന്നേ ഉള്ളൂ. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എത്തപ്പെട്ടു പോയ മനുഷ്യർ അവിടുത്തെ ജീവിതം ആവിഷ്കരിക്കും. ഏറ്റവും നല്ല നോവൽ, മികച്ച നോവൽ എന്നൊക്കെ പറയുന്ന പ്രവാസത്തെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത് എം മുകുന്ദനാണ്. പ്രവാസം എന്ന് പറയുന്നത്. ആ പ്രവാസം എഴുതിയ നോവല് അദ്ദേഹം ഗൾഫിലും വന്നിട്ടൊന്നും അല്ല എഴുതിയത്. ഡൽഹിയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പ്രവാസത്തിന്റെ അനുഭവങ്ങൾ എഴുതിയ ആളുകൾ പലപ്പോഴും പ്രവാസ ജീവിതം അനുഭവിച്ചവരല്ല. അതെ, അങ്ങനെ ഒരു സാഹിത്യം ഇല്ല. എല്ലാ സാഹിത്യം ൊരവസ്ഥ മാത്രമേ. പ്രവാസ ഇപ്പൊ നമ്മുടെ സിനിമ എടുത്താൽ തന്നെ നിരവധി സിനിമകളെല്ലാം പ്രവാസ ലോകത്ത് നടന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ജീവിതം പോലുള്ള സിനിമ. തീർച്ചയായിട്ടും നമ്മുടെ മലയാളത്തിന്റെ ഒരു പകുതി എന്ന് പറയുന്നത് ഈ ഗൾഫ് ജീവിതമാണ്. ഗൾഫ് ജീവിതത്തിന്റെ സംഭാവനയാണ് കേരളം. കേരളത്തെ ഇന്നത്തെ രീതിയിലുള്ള കേരളമാക്കി തീർത്തത് ഗൾഫ് മണിയാണ്. അപ്പൊ 60-ലും 70-ലും ലോഞ്ചിലൊക്കെ വന്നിട്ടുള്ള സാധാരണമായ മനുഷ്യർ, അവര് പലരും വാക്തത്വ ഭൂമിയിൽ എത്തിയില്ല. അവര് പലരും കടലിന്റെ അടിയിലേക്ക് താന്നുപോയി. മനസ്സിലായി? ലോഞ്ചിലും പത്തേമാരിയിലും വന്നിട്ടുള്ള മനുഷ്യർ, അവരൊക്കെ വന്ന് ഇവിടെ ജീവിച്ച് കഷ്ടപ്പെട്ട് അയച്ച പണം കൊണ്ടാണ് കേരളത്തിൽ പുതിയ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും കടകളും മറ്റുമൊക്കെ വന്നത്. നമ്മുടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയത് ഗൾഫുകാരാണ്, പ്രവാസികളാണ്. ഈ പ്രവാസി, ഇപ്പൊ സാറിനെ പോലുള്ള പ്രവാസി എഴുത്തുകാരന്മാരോട് നാട്ടിലുള്ള എഴുത്തുകാരന്മാരും ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ പ്രവാസി എഴുത്തുകാരന്മാർ? തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമില്ല. നമ്മൾ എഴുതുന്നതിന്റെ ക്വാളിറ്റി, നമ്മൾ എഴുതുന്നതിനകത്ത് മൂല്യമുണ്ടെങ്കിൽ ആർക്കും അതിനെ തിരസ്കരിക്കാൻ കഴിയില്ല. മൂല്യങ്ങളെ കുറിച്ച് അറിയാത്ത ആളുകളാണ് ഇങ്ങനെ വിലപിക്കുന്നത്. നമ്മൾ അങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രവാസി എഴുത്തുകാരുണ്ട്. പക്ഷെ അവരൊന്നും ഇതിന്റെ ഈ മേഖലയിലെ പുതിയ മാറ്റങ്ങളെ മനസ്സിലാക്കുകയോ അവരിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ആവിഷ്കരിക്കുകയോ ശ്രമിക്കുന്നവരല്ല. തീർച്ചയായിട്ടും നമ്മുടെ കൃതിയിൽ നമ്മൾ എഴുതുന്നതിനകത്ത് എന്തെങ്കിലും കാതലായി എന്തെങ്കിലും അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും അതിനെ അവഗണിക്കാൻ കഴിയില്ല. അത് നിലനിൽക്കും. ആരെങ്കിലും ഒക്കെ കണ്ടെത്തും, എവിടെയെങ്കിലും ഒക്കെ പബ്ലിഷ് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നുമില്ല. ആർക്കും ആരുടെ അവസരങ്ങളെ മായ്ച്ചു കളയാൻ കഴിയില്ല. ഇപ്പം സാറിന് ഇപ്പം ഓർത്തെടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു 4 വരി കവിത നമുക്ക് വേണ്ടി ഒന്ന് ആലപിക്കാം. ഈ കവിത എൻ്റെ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള മറ്റൊരു ഗ്രാമമായ വള്ളിക്കോട്ട് ഒരു വലിയ കവി ഉണ്ടായിരുന്നു, കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കോഴി എന്ന് പറയുന്ന കവിതയിലെ അവസാന വരികളാണ് ഈ കവിതയിലെ ആശയം. ഈ പുതിയ കാലത്തെ ഏതെങ്കിലും കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി
പ്രത്യേക സമർപ്പിക്കുന്നു. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും. കണ്ണിനുള്ളിൽ കത്തി ജ്വലിക്കും ഉൾക്കണ്ണു വേണം മണയാത്ത കണ്ണ്. കണ്ണിനുള്ളിൽ കത്തി ജ്വലിക്കും ഉൾക്കണ്ണു വേണം മണയാത്ത കണ്ണ്. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ, തള്ളക്കോഴി കൊച്ചു കുഞ്ഞിനോട്, കോഴിക്കുഞ്ഞിനോട് പറയുകയാണ്, നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നാളകൾ നിന്നെ മാടി വിളിക്കും. കാവിലെ കിളിപ്പാട്ടുകൾ കെട്ടും പൂവുകൾ കണ്ടും പറന്നു ചെല്ലല്ലേ. കാട്ടിലുണ്ടു പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നാളകൾ നിന്നെ മാടി വിളിക്കും. കാവിലെ കിളിപ്പാട്ടുകൾ കെട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ. കാട്ടിലുണ്ടു പതുങ്ങിയിരിക്കും കാടനുണ്ടു കടിച്ചു പറിക്കും. കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും. കണ്ണിനുള്ളിൽ കത്തി ജ്വലിക്കും ഉൾക്കണ്ണു വേണം മണയാത്ത കണ്ണ്. എല്ലാ നന്മകളെയും തിന്മകളെയും തിരിച്ചറിയുന്ന കണ്ണ്, ഉൾക്കണ്ണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും വലിയ ഒരു 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 സന്ദേശം എന്ന് പറയുന്നത് ഈ ഉൾക്കണ്ണുണ്ടാവുക എന്നുള്ളത്. നമസ്കാരം. വളരെ ബിസി ടൈമിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി അറിയിക്കുന്നു സാർ. ഇനിയും സാറിന്റെ കഥകൾ, ഇനിയും ഒരുപാട് അവാർഡുകൾ ലഭിക്കട്ടെ. സാറിന്റെ നോവലുകളും സാഹിത്യങ്ങളും നമ്മുടെ കേരളത്തിൽ എല്ലാവരിടത്തും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ താങ്ക് യു സോ മച്ച്. നമുക്ക് വേണ്ടി കുറച്ച് സമയം താങ്ക് യു സോ മച്ച്. താങ്ക് യു.